ഈ ബജറ്റിൻ്റെ പേപ്പറുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ, അതാണല്ലോ നമ്മുടെ ബജറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. പ്രഖ്യാപനങ്ങളും സങ്കല്പങ്ങളും അത് സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അത് സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായേക്കാം. പക്ഷെ ഞാൻ ബജറ്റ് ഡോക്യുമെൻറ്റ്സിൽ ഇതിലുള്ള നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നിരാശാജനകമാണ്. കാരണം നമ്മുടെ വികസനത്തെക്കുറിച്ചൊക്കെ നമുക്ക് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ വികസനം എന്താണ് എന്നത് കൃത്യമായ ഫിഗേഴ്സിൽ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു ECG എടുക്കുന്ന പോലെയാണ്. എക്കണോമിക് റിവ്യൂ പുറത്തു വന്നു. എക്കണോമിക് റിവ്യൂവിൻ്റെ 45-46 പേജുകളിൽ നമ്മൾ അലോക്കേഷനെ കുറിച്ചും അതിൻ്റെ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബജറ്റ് ഡോക്യുമെൻറ്റിലും പ്ലാൻ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ ബജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്നതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഇവിടെ ബജറ്റ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 30,370 എന്നൊരു ഫിഗർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നു. അത് ഈ വർഷം, അടുത്ത വർഷവും 30,370 നടപ്പ് വർഷവും 30,370 കഴിഞ്ഞ വർഷവും 30,370 എന്ന് പറഞ്ഞാൽ ₹1 പോലും വികസന ഫണ്ട് അഥവാ പ്ലാൻ ഫണ്ട് വർദ്ധിപ്പിക്കുന്നില്ല. ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം 1200 പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്ക് കൊടുക്കേണ്ടത് ഈ 30,370-ൻ്റെ 25% അവർക്കൊന്നും കൂടാൻ പോകുന്നില്ല. 9.8% SCP അഥവാ സ്പെഷ്യൽ കോമ്പണൻറ്റ് പ്ലാൻ ഷെഡ്യൂൾ കാസ്റ്റിന് കൊടുക്കേണ്ടത്. അവർക്ക് ഒന്നും കൂടാം. കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ ഈ പ്രാവശ്യം, അത് തന്നെ അടുത്ത പ്രാവശ്യവും. STP അത് 2.8%, 3,000 2.8, വലിയ വ്യത്യാസമില്ല. അതും കഴിഞ്ഞ വർഷം, ഈ വർഷം, അടുത്ത വർഷം ഒന്ന് തന്നെയാണ്. എന്തിനാണ് പിന്നെ ഒരു ഗവൺമെൻറ്? ഇവിടുത്തെ നാണ്യപ്പെരുപ്പത്തിൻ്റെ ഒരു 5% നാണ്യപ്പെരുപ്പമുണ്ടെങ്കിൽ ആ 5% കൂട്ടണ്ടേ? സാധാരണ ഞങ്ങളൊക്കെ 10% കൂട്ടുന്ന സമയത്ത് പറയാറുണ്ട് നാണ്യപ്പെരുപ്പത്തിൻ്റെ 5% കുറച്ച് കാണിക്കണം. അപ്പം നാണ്യപ്പെരുപ്പത്തിനെ പോലും അഡ്ജസ്റ്റ് ചെയ്യാത്ത ഒരു വികസന ഫണ്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള കണക്കുകൾ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടരുത്. പ്രധാനപ്പെട്ട വകുപ്പുകൾ നിങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടു. അവിടെ പല മന്ത്രിമാർക്കൊക്കെ പ്രയാസമുണ്ട് എന്നൊക്കെ പറയുന്നു. ആ മന്ത്രിമാരുടെ അടക്കം വകുപ്പുകൾ ഞാൻ വായിക്കാം. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ, അത് CPI നോക്കുന്നതാണ്. 1,678 കോടിയാണ് 22-23 സ്റ്റേറ്റ് പ്ലാൻ ഔട്ട്ലേ. കേന്ദ്ര ഗവൺമെൻറ് അല്ലല്ലോ ഇതിന് ഉത്തരവാദിത്തം. 1,097 ഉറുപ്പികയാണ് ചിലവാക്കിയിട്ടുള്ളത്. കൃത്യമായ ഡോക്യുമെൻ്റാണ് പ്ലാനിംഗ് ബോർഡിൻ്റെ. 66.58 പേജ് നമ്പർ 46. ഇനി ഇൻഡസ്ട്രീസ് ആൻഡ് മിനറൽസ് P. രാജീവിൻ്റെ വകുപ്പാണ്. 1,214 കോടിയാണ് ബജറ്റ് ഔട്ട്ലേ. 22-23 എല്ലാം ചെയ്തു കഴിഞ്ഞു. 603 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മറ്റൊരു 603 കോടി ലാപ്സായി. ഇനി റൂറൽ ഡെവലപ്മെൻറ്റ് 1,753 MP രാജേഷിൻ്റെ വകുപ്പാണ്. അതിൽ ചിലവാക്കിയിരിക്കുന്നത് 925 കോടി രൂപയാണ് ചിലവാക്കിയിട്ടുള്ളത്. 1,753-ൽ 925 കോടി രൂപ. അപ്പോൾ ഏതാണ്ട് 800 കോടി രൂപ അവിടെയും ചിലവഴിച്ചിട്ടില്ല. അത് ശതമാനം 52 കോടിയാണ്. ഞാൻ 3 ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഭേദമാണ്, അവർ 93% ചിലവാക്കിയിട്ടുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ 1,200 ഗവൺമെൻറ്റുകളുണ്ടല്ലോ, ലോക്കൽ ഗവൺമെൻറ്റുകൾ, അവർ കൊടുത്തതിനേക്കാളും ചിലവാക്കി. എന്ന് പറഞ്ഞാൽ അവർ കഴിഞ്ഞ പ്രാവശ്യത്തെയും കൂടെ കുറച്ച് കുടിശ്ശിക ചിലവാക്കി. അവരുടെ പെർസെൻറ്റേജ് ബുക്ക് ചെയ്തിട്ടുള്ളത് 101%. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ ഏതാണ്ട് 100% ചെലവഴിച്ചപ്പോൾ നമ്മുടെ മുഖ്യ ഡിപ്പാർട്ട്മെൻറ്റുകൾ 50%, 49%, 65% ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് എ ഫെയിൽഡ് ഗവൺമെൻറ്, അല്ലെങ്കിൽ ഫെയിൽഡ് ഗവർണൻസ് എന്ന് സൗകര്യത്തിന് വേണ്ടി പറയാം. അപ്പോൾ ഇവിടുത്തെ ഗവർണൻസ്, ഡെവലപ്മെൻറ്റ് ഗവർണൻസ് ഫെയിൽ ചെയ്തിരിക്കുന്നു. ഇതാണ് ഒന്ന്. 2, പെൻഷൻ പോലുള്ള ആനുകൾ, റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ആ കാര്യത്തിൽ 11 മാസത്തെ കുടിശ്ശിക എവിടെ? നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 20 ലക്ഷം പേര് അടയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമം കൂട്ടുന്ന പലരും സ്പെക്കുലേറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചിട്ടില്ല കൂട്ടുമെന്ന്, പക്ഷേ കൂട്ടിയില്ല, കൊടുക്കാം എന്നൊരു ഭംഗിവാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചു. അടുത്തത് കിഫ്ബിയാണ്. പ്ലാനിന് പകരം പ്ലാൻ ബി, അതായിരുന്നു പ്ലാൻ ബി. ഞാനതിനെ പ്ലാൻ ബി എന്നാണ് വിളിച്ചിരുന്നത്. ഇറ്റ് ഡൈറ്റ് യങ്. അത് 27,000 ചിലവാക്കി എന്ന് പറഞ്ഞ് 8 കൊല്ലം കൊണ്ട്. പക്ഷേ ഇന്ന് അതിലേക്ക് പുതിയ ഒരു പദ്ധതിയും വരുന്നില്ല. 4, പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കമ്പനി ഉണ്ടാക്കി. അതിനെക്കുറിച്ച് ലാമെൻറ്റ് ചെയ്യുന്നുണ്ട് ബജറ്റ് ഡോക്യുമെൻറ്റിൽ. കൃത്യം ഫിഗർ പറയാം. 35,000 കോടി രൂപ ലോൺ എടുത്തു, 24,000 കോടി രൂപ തിരിച്ചടച്ചു. പക്ഷെ അത് പൊതുകടത്തിൻ്റെ ഭാഗമായതുകൂടി അതും ഫെയിൽ ചെയ്തു. പിന്നെ എന്താ ഫെയിൽ ചെയ്യാത്തത്?
ക്ഷേമ പെൻഷൻ ഫെയിൽ ചെയ്യുന്നു, ക്ഷേമനിധി ബോർഡുകൾ മരിക്കുന്നു, വികസന ഫണ്ടുകൾ ഇല്ലാതാവുന്നു, പ്ലാൻ ഫണ്ട് സ്റ്റാഗ്നേറ്റ് ചെയ്യുന്നു, SCP TSP തുടങ്ങിയിട്ടുള്ള SC ST വിഭാഗങ്ങൾക്കുള്ളത് സ്റ്റാഗ്നേറ്റ് ചെയ്യുന്നു, പഞ്ചായത്തുകൾ സ്റ്റാഗ്നേറ്റ് ചെയ്യുന്നു. പിന്നെ ആരാണ് മുന്നോട്ട് പോകുന്നത്? മുന്നോട്ട് പോകുന്നത് സ്വപ്നങ്ങൾ മാത്രമാണ്. ഞാനെതിരല്ല. വിഴിഞ്ഞത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അതാണല്ലോ, അതിനെതിരല്ലേ CPM ഇപ്പോൾ കുറച്ച് നന്നായതിന് എനിക്ക് വിരോധമില്ല കേട്ടോ. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് MBRൻ്റെ കാലത്ത് തുടങ്ങിയതാണ് വിഴിഞ്ഞം. അന്നൊക്കെ ഉണ്ടായ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതൊന്നും ഇപ്പോൾ പഴങ്കഥ പറയേണ്ട സമയമല്ല. ഇപ്പോൾ CPM അങ്ങോട്ട് മാറി നന്നായി കഴിഞ്ഞാൽ ഞാൻ എന്തിനാ മോശമെന്ന് പറയുന്നു. അപ്പോൾ അവർ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ തുടങ്ങാൻ കേന്ദ്രമാണ് വേണ്ടത്. ഇപ്പം ചൈനീസ് മാതൃകയിൽ വിഴിഞ്ഞത്തിൽ, ചൈന എന്ന പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ മാതൃകയിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ചൈനീസ് മാതൃക എന്ന് പറഞ്ഞാൽ നമ്മളൊരു രാജ്യമാണോ കേരളം? അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അല്ലേ അത് ചെയ്യേണ്ടത്? ബാലഗോപാൽ വാസ്തവത്തിൽ അത് തിരുത്തേണ്ടതാണ്. SEZ മാതൃകയിൽ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്കകത്തുള്ള നിയമങ്ങളാണോ ബാധകമായിട്ട് വരുന്നത്. ചൈനീസ് മാതൃക നമുക്കിവിടെ ഭരണഘടനയിൽ ചൈനീസ് ഭരണഘടനയല്ലോ. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത് ചെയ്യേണ്ടത്. വെൽ ആൻഡ് ഗുഡ്, അങ്ങനെ ചെയ്താലും വിരോധമൊന്നുമില്ല. അങ്ങനെ ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ വരികയും ഡെവലപ്മെൻറ്റ് വരികയും കോറിഡോർ വരികയും ഇൻ്റർനാഷണൽ കോറിഡോർ വരികയും ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി അവരൊക്കെ ചെയ്യട്ടെ. ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി വരുമ്പോൾ എല്ലാവരും പറയുന്നത് നിങ്ങൾ പുഷ്പനെ ഓർമ്മയില്ലേ, കൂത്തുപറമ്പ് ഓർമ്മയില്ലേ? ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോഴെങ്കിലും വരട്ടെ. ഇവെല്ലാ ഫേസ്ബുക്കിലും പുഷ്പൻ്റെ അടുത്ത് നിന്ന് കുട്ടികൾ പാട്ട് പാടുന്ന ചിത്രമാണുള്ളത്. ആ പാവപ്പെട്ട മനുഷ്യനെ ഞാൻ വേദനിപ്പിക്കുന്നില്ല, കാരണം ആരെയും വേദനിപ്പിക്കുന്നില്ല. കാരണം വരട്ടെ, നല്ല കാര്യം. TP ചന്ദ്രശേഖരനെ TP ശ്രീനിവാസനെ അടിച്ചു, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നത്തെയൊക്കെ വിദ്യാർത്ഥി നേതാവായിട്ടുള്ള നമ്മുടെ ബാലഗോപാൽ ഇപ്പം മാറി നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഞാൻ ശ്ലാഘിക്കുകയാണ്. നല്ല കാര്യം മാത്രമല്ല, ഒരു സ്പെസിഫിക് ആയിട്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന ഒരു അക്കോംപ്ലിഷ്ഡ് കാര്യമാണ്. ഇതൊക്കെ സ്വപ്നമാണ്. അത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് പേറ്റൻറ്റുകൾ കിട്ടിയത് നല്ല കാര്യം. അതുപോലെ തന്നെ നോബൽ ലൊറേറ്റ് അവിടെ വരുന്നതായിട്ട് അറിയുന്നു, നല്ല കാര്യം. ഗ്രഫീൻ എന്ന് പറയുന്ന നാനോ ടെക്നോളജി അദ്ദേഹത്തിൻ്റെ ഇഷ്ട വിഷയമാണ്. അദ്ദേഹം അത് കൊണ്ടുവരുന്നു, മുന്നോട്ട് കൊണ്ടുവന്നു, പേഴ്സണലായിട്ട് നോക്കുന്നു. വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ഇൻ ടോട്ടൽ ദിസ് ഈസ് എ പ്രോഗ്രസ് റിപ്പോർട്ട് ഓഫ് എ ഫെയിൽഡ് ഗവൺമെന്റ്. ഇതാണ് CP ജോണിന്റെ വിമർശനം. ഒരു പരാജയപ്പെട്ട ഗവൺമെന്റിന്റെ. ഇതാണ് എൻ്റെ അഭിപ്രായം.